ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു മിസ്റ്റിക്കൽ മോർണിംഗ് മെസ്സേജസ്. ഓക്കെ, നമ്മള് ഇന്നലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിച്ചു അല്ലെ. ഞാൻ നിങ്ങൾക്കിട്ടൊരു പണി തന്നിട്ടുണ്ടല്ലേ. അങ്ങനെയല്ല എല്ലാവരും പറയാം. എന്തെങ്കിലും ഒരു ജോലി പറയുമ്പോഴേക്കും എനിക്കിട്ടൊരു പണി തന്നു എന്ന് പറയാം. പക്ഷെ ഇത് നല്ലൊരു നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ അത് ചെയ്ത് ശ്രമിക്കാത്തവര് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അതായത് നമ്മളുടെ ലൈഫിൽ കിട്ടിയ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കി എഴുതാനാണ് പറഞ്ഞത്. ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. ചെയ്യാത്തവർ നിങ്ങളും കൂടി ഒന്ന് ശ്രമിക്കാം. ഓക്കെ, ഈ വീഡിയോസ് എത്ര പേർക്ക് എത്തും എന്ന് എനിക്കറിയില്ല. എത്തുന്നവര് ഓക്കെ, എത്ര പേരിലേക്ക് എത്തിയാലും ശരി, ആ ഒരു 10 പേരായാലും 100 പേരായാലും എത്ര ആയിക്കോട്ടെ, ഓക്കെ, അത് എത്തുന്നവർ ഇത് കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ എനിക്ക് വളരെ സന്തോഷം ഉണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ ഇന്നലെ ബ്ലെസ്സിങ് എഴുതുന്നതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ്സിൽ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നിർബന്ധമായിട്ടല്ല, ഒരു നിങ്ങളുടെ അത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും നല്ല ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് പറയുന്ന കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി അതൊരു മോട്ടിവേഷൻ ആവും. ഓക്കെ, അപ്പോൾ ഈ ബ്ലെസ്സിങ് എഴുതുമ്പോൾ നമ്മള് ഓക്കെ, ആദ്യം ഞാൻ നെഗറ്റീവ് കാര്യത്തിനെ കുറിച്ച് പറയാം. നിങ്ങളുടെ ചിന്തകളിൽ എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് അല്ലെ. അപ്പൊ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ എന്തോ ഇല്ലായ്മ എന്ന് പറയില്ലേ, ആ ഇല്ലായ്മയുടെ ആ ഒരു എനർജി ആണ് നമ്മളുടെ ചുറ്റും. അപ്പൊ നമ്മളിൽ നിന്ന് പുറത്തു പോകുന്നത് ഇല്ല എന്നുള്ള ആ ഒരു എനർജിയാണ്, നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. നമുക്കൊന്നും ശരിയല്ല, എല്ലാ കാര്യങ്ങളും തെറ്റായിട്ടാണ് നടക്കുന്നത്, അങ്ങനെ ഇങ്ങനെ ഈ നെഗറ്റീവ് ചിന്തകള് നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും. ആ നെഗറ്റീവ് എനർജിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് നമ്മളിൽ നിന്ന്. അപ്പോ അതേ കാര്യമാണ് തിരിച്ച് അട്രാക്ട് ആയിട്ട് വരിക എന്ന് പറയും. യൂണിവേഴ്സിൽ നമ്മളെല്ലാം എനർജി ആണെന്നാണ് പറയാ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എന്തും നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും എന്ന രീതിക്കാണ് പറയാ. സോ നെഗറ്റീവ് ചിന്തിച്ചാല് നെഗറ്റീവ് തന്നെ തിരിച്ചു വരും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ ചിന്തകളെ എപ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്നത്. ചിന്തകളെ നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കണം. എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ ഇതൊക്കെ ശ്രമിക്കാം. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ നെഗറ്റീവ് കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ജോലി സ്ഥലത്ത് പ്രശ്നം, വീട്ടിലെ പ്രശ്നം, ഫൈനാൻഷ്യൽ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവരോട് മാക്സിമം പറയാതിരിക്കാം. എനിക്ക് ആരോടും അധികം പറയാൻ പോകണ്ട. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരോടെങ്കിലും പറയാം. കാര്യം മനസ്സിനുള്ളിൽ വെച്ച് നടക്കുമ്പോൾ നമുക്കൊരു വിഷമം തന്നെയാണ്. ഓക്കെ, അതിനും വേറെ മെത്തേഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ അധികം ആരോടും അത് പറയാൻ പോകണ്ട. കുറച്ച് പേരോടും ഒക്കെ ആ പറയുമ്പോഴും, അല്ലെങ്കിൽ അത് മാത്രമല്ല, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഒന്ന് മാറ്റി പറയാം. അതായത് ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തായി ആ പറഞ്ഞ കാര്യം നിങ്ങളെ സോൾവ് ആയോ എന്ന് ചോദിച്ചാൽ, ആയിട്ടില്ല, ആവും, ശരിയാക്കാം എന്നൊന്ന് പറയാം. ഒരു ശ്രമിക്കുന്നുണ്ട്, നോക്കാം, ചെറിയ ചെറിയ കുറച്ച് ഉണ്ട്, എപ്പോഴും ഉണ്ട്, പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ മാറുന്നുണ്ട്, മാറ്റാം, മാറി വരുന്നുണ്ട്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കും, അല്ല മാറിക്കോളും എന്ന രീതിയിലൊക്കെ ഒന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ തന്നെ നമ്മൾ ആ ഒരു ചെറിയൊരു പോസിറ്റിവിറ്റി കിട്ടു കഴിയും. പ്രശ്നമുണ്ട്, പക്ഷെ അതിനെ മാറ്റാൻ സാധിക്കും അല്ലെ. നിങ്ങൾ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കുക. പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഓക്കെ, ഞാൻ ഈ കാര്യം ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഇന്ന വഴി ഞാൻ ശ്രമിക്കുന്നുണ്ട്, വർക്കൗട്ട് ആവോ നോക്കട്ടെ എന്ന് പറയൂ. അത് നടന്നില്ല എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾ നെഗറ്റീവിലേക്ക് പോവാതെ, ശരി ഇത് നടന്നില്ല, ഓക്കെ, ഞാൻ വേറൊരു വഴി ഞാൻ നോക്കട്ടെ എന്ന് പറയാൻ തുടങ്ങും. നിങ്ങളുടെ മുമ്പിൽ വഴികൾ ഓപ്പൺ ആവും. ആക്ച്വലി നിങ്ങളുടെ മുമ്പിൽ വഴികൾ ഓപ്പൺ ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും. അപ്പോ ഇനി തൊട്ട് ലേശം ചിന്തകളിൽ മാറ്റുക. നിങ്ങൾ ചിന്തകളെ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. തോട്ട് എവിടേക്കാ പോണത് വളരെയധികം ശ്രദ്ധ വയ്ക്കുക. ഇതിനെക്കുറിച്ച് ശരിക്കും പറയാൻ തുടങ്ങി എനിക്ക് നിർത്താൻ പറ്റില്ല, അത്രയുണ്ട് പറയാൻ. ഓക്കെ, അപ്പൊ ചിന്തകളിൽ നിങ്ങളൊരു ശ്രദ്ധ വയ്ക്കാം. ലൈഫിൽ എല്ലാവർക്കും പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ നെഗറ്റീവ് ചിന്തിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഈ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ കുറെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല, ശ്രദ്ധിക്കാതെ പോവാണ്, മറന്നു പോവാണ് അതിനെക്കുറിച്ച്. നമുക്ക് മുൻപൊക്കെ കിട്ടിയതാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മറന്നു പോകണം. കാരണം നമ്മുടെ ഈ സങ്കടങ്ങളാണ് ഏറ്റവും കൂടുതൽ, നമുക്ക് എപ്പോഴും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക. അതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ ചിന്ത മുഴുവൻ. ആ കിട്ടിയ കാര്യത്തിനെ കുറിച്ച് നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി തൊട്ട് ഇന്ന് അറ്റ്ലീസ്റ്റ് ഇന്നലത്തെ ആ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയ പോലെ, ഇന്നലെ നമ്മൾ ഫുൾ കുറെ ഇത്രയും കാലത്ത് എഴുതാൻ ശ്രമിക്കാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഇനിയും ശ്രമിക്കുക, അതിൽ എഴുതാൻ ശ്രമിക്കുക, നല്ലത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക.
ഓക്കെ. ആൻഡ് ഇത് നിങ്ങൾ ഇനി കണ്ടിന്യൂസ് ഒരു പ്രാക്ടീസ് ആക്കി വെക്കുക. അതിനെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറയും. ഇതൊരു ആക്ടിവിറ്റി ആണ്, പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ മാത്രം ആക്ച്വലി ഒരുപാട് വലിയ വലിയ ആൾക്കാരടക്കം ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നൊക്കെ പറയും. ഓക്കെ, നിങ്ങൾക്കും ശ്രമിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനും അത് കുറച്ചുകൂടി നിങ്ങൾക്ക് എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞുതരാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരിക്കൽ പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യാം. എന്നും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, അതിൽ നിങ്ങൾക്ക് എന്താണ് നല്ലത് കിട്ടുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ എഴുതാനൊക്കെ ശ്രമിക്കുക. ആൻഡ് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണും, ഉറപ്പാണ്. ഓക്കെ, എല്ലാവർക്കും പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമായിരിക്കട്ടെ. താങ്ക് യു.